സംസ്ഥാനത്തെ സ്വകാര്യ ബസ് തൊഴിലാളികൾ ഈ മാസം 25 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്തും. വേതന വർധനവ് ആവശ്യപ്പെട്ടാണ് പണിമുടക്ക്. 1.5 വർഷം മുമ്പാണ് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് തൊഴിലാളികൾ വേതന വർധനവ് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത്. തുടർന്ന് ഇടക്കാല ആശ്വാസം എന്ന നിലയിൽ 60 രൂപ വർദ്ധിപ്പിച്ചു നൽകുകയും ചെയ്തു. എന്നാൽ 50% വേതന വർധനവ് വേണമെന്നായിരുന്നു തൊഴിലാളി സംഘടനകളുടെ നിലപാട്. ഈ സാഹചര്യത്തിൽ സർക്കാർ വേതന വർധനവ് പഠിക്കാൻ കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തു. കഴിഞ്ഞ 9 മാസമായി ഈ കമ്മിറ്റി തെളിവെടുപ്പ് നടത്തി വരുന്നുണ്ട്. എന്നാൽ 5 വർഷത്തേക്കുള്ള വേതന വർധനവ് അംഗീകരിക്കാനാവില്ലെന്നാണ് ബസ് ഉടമകളുടെ നിലപാട്. ഈ സാഹചര്യത്തിലാണ് തൊഴിലാളികൾ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചത്. ബസ് ഉടമകളുടെ അനുകൂലമല്ലാത്ത നിലപാട്, അവർ നിലവിൽ കൊടുക്കുന്ന കൂലി പോലും അടുത്ത 5 വർഷത്തേക്ക് വർദ്ധിപ്പിക്കാൻ തയ്യാറല്ല എന്ന നിലപാടെടുത്തതുകൊണ്ട്, അതിനോട് യോജിക്കാൻ തൊഴിലാളികൾ തയ്യാറല്ലാത്തതുകൊണ്ട് ആ വേതന വർധനവ് നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ മാസം 25 മുതൽ സംയുക്ത മോട്ടോർ തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം. നേരത്തെ തൊഴിൽ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലും വേതനം പരിഷ്കരിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിരുന്നില്ല. KR സജു, റിപ്പോർട്ടർ, കോഴിക്കോട്.